അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് മന്ന ഉണർന്നത്. സ്കൂളിൽ പോകേണ്ടിവരുമോ എന്ന ഭയത്താൽ അവൾ പതിയെ കണ്ണു തുറന്നു തേങ്ങി. അവൾ കട്ടിലിൽ ഇരുന്നു കണ്ണുകൾ തിരുമ്മി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ചാറ്റൽ മഴയുള്ള മേഘാവൃതമായ ഒരു ദിവസം മാത്രം. അവൾ കട്ടിലിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അവളുടെ ക്ലോസറ്റിലേക്ക് പോയി അവളുടെ സ്കൂൾ യൂണിഫോം ഊരിയെടുത്തു. അവൾ വേഗം വസ്ത്രം ധരിച്ചു. ഒടുവിൽ സ്കൂൾ ബസ് വന്നപ്പോൾ മന്ന കയറി പിന്നിലേക്ക് പോയി. അവിടെ അവളുടെ സുഹൃത്തുക്കളായ അവനെയും അഗസ്തിനെയും അസ്ത്രയും ഇരുന്നു. അവർ പുഞ്ചിരിയോടെയും ചിരിയോടെയും അവളെ സ്വാഗതം ചെയ്തു. അവൾ അവരുടെ അടുത്തിരുന്ന് അവരുടെ തമാശയിലും ചിരിയിലും അവരോടൊപ്പം ചേർന്നു. ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ്സിനെക്കുറിച്ച് അവർ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. അവനെ ഒരു പുതിയ സെറ്റ് ക്രയോണുകൾ കൊണ്ടുവന്നിരുന്നു. സ്കൂൾ ബസ്സിൽ നിറയെ കുട്ടികളായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ആവേശവും കഥകളും പറഞ്ഞു. പുറത്ത് ഇരുണ്ട കാലാവസ്ഥയാണെങ്കിലും എല്ലാവരും സ്കൂളിൽ പോകാനുള്ള ആവേശത്തിലായിരുന്നു. ബസിന്റെ ചില്ലുകളിലൂടെ മഴത്തുള്ളികൾ പരസ്പരം പായുന്നത് മന്ന ആസ്വദിച്ചു. അവർ തനിക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കുന്ന കൊച്ചു നർത്തകരാണെന്ന് അവൾ സങ്കൽപ്പിച്ചു. ഈ സാധാരണ മഴയുള്ള ദിവസം അവൾക്ക് അസാധാരണമായി മാറാൻ പോകുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഇടിയും വെളിച്ചവും കൊണ്ട് മേഘങ്ങൾ ഇരുണ്ടു. മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. സാവധാനം റോഡുകളിൽ ജലനിരപ്പ് ഉയർന്നു. എങ്കിലും നനഞ്ഞ വഴുക്കലുള്ള വഴികളിലൂടെ സ്കൂൾ ബസ് യാത്ര തുടർന്നു. മഴ ഇടതടവില്ലാതെ പെയ്തു കാഴ്ച മോശമാക്കി. എങ്കിലും ബസ് യാത്ര തുടർന്നു. പെട്ടെന്ന് എന്തോ ഇടിച്ചതിനാൽ ബസ് നിന്നു. ബസിന്റെ ചക്രം കല്ലിനിടയിൽ കുടുങ്ങി. ഡ്രൈവർ ബസ് പിന്നിലേക്ക് മാറ്റാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ബസ് നീങ്ങിയില്ല. അവൻ ഗിയർ മാറ്റി ആക്സിലറേറ്റർ അമർത്തി. പക്ഷേ കല്ല് കാരണം ബസ് നിശ്ചലമായി. മന്നയ്ക്കും മറ്റു കുട്ടികൾക്കും ഭയം തോന്നിത്തുടങ്ങി. അവരുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു. സാഹചര്യത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കി. അപ്പോഴും കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ മേൽക്കൂരയിൽ പതിക്കുന്ന ശബ്ദം കാതടപ്പിക്കുന്നതായിരുന്നു. പുറത്തെ ജലനിരപ്പ് അതിവേഗം ഉയർന്നു. റോഡിനെ ഒരു ചെറിയ നദിയാക്കി. താമസിയാതെ അത് ബസ്സിനുള്ളിലേക്ക് ഒഴുകാൻ തുടങ്ങി. തണുത്ത ചെളിവെള്ളം ഒഴിവാക്കാൻ കുട്ടികൾ കാലുയർത്തി. ബസ്സിനുള്ളിൽ വെള്ളം കയറിക്കൊണ്ടിരുന്നു. കുട്ടികൾ ഭയന്നു വിറച്ചു. അവരിൽ ചിലർ കരയാൻ തുടങ്ങി. ഡ്രൈവർ കുട്ടികളോട് ശാന്തരായിരിക്കാൻ പറഞ്ഞു. പരിഭ്രാന്തരാകാതെ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. നമുക്ക് കുഴപ്പമില്ല, സഹായം ഉടൻ വരും. അവർ കുഴപ്പത്തിലാണെന്ന് മന്നയ്ക്ക് അറിയാമായിരുന്നു. വെള്ളത്തിന് തണുപ്പ്. എല്ലാവരും ഭയപ്പെട്ടു. പക്ഷേ മന്ന ഒരു ധൈര്യശാലിയായിരുന്നു. വിഷമം വരുമ്പോൾ ശാന്തനായിരിക്കാനും ചിന്തിക്കാനും അച്ഛൻ പഠിപ്പിച്ചത് അവൾ ഓർത്തു. അവൾ ജനാലയിലൂടെ ബസിന്റെ മുകളിലേക്ക് കയറി. അവൾ ഒരു ദീർഘനിശ്വാസമെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ചാടി. മന്ന വെള്ളത്തിൽ ഇറങ്ങി ബസിന്റെ മുൻചക്രത്തിലെത്തി. സർവശക്തിയും എടുത്ത് അവൾ ടയറിനയിൽ നിന്ന് കല്ല് നീക്കി. മന്ന നനഞ്ഞു കുതിർന്ന് ബസ്സിലേക്ക് തിരികെ കയറി. പക്ഷേ അവളുടെ മുഖത്ത് വലിയ പുഞ്ചിരിയോടെ. ആശ്വാസവും നന്ദിയുമുള്ള ബസ് ഡ്രൈവർ മന്നയുടെ തലയിൽ തലോടി. നീ വളരെ ധീരനായിരുന്നു മന്ന. നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു. ബസ്സിലെ കുട്ടികൾ മന്നയുടെ ധൈര്യത്തിൽ സന്തോഷിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ ബസ് നീങ്ങി സ്കൂളിലേക്ക് പോയി. ബസ് സ്കൂളിലെത്തിയപ്പോൾ മന്നയുടെ ധീരതയുടെ കഥ പറയാൻ എല്ലാവരും ഓടി. മന്നയുടെ ധീരകൃത്യത്തെക്കുറിച്ചുള്ള വാർത്ത കാട്ടുതീ പോലെ സ്കൂളിന്റെ എല്ലാ കോണുകളിലേക്കും പടർന്നു. മന്നയുടെ ക്ലാസ് ടീച്ചർ ഡെയ്സി മിസ് അവളെ കെട്ടിപ്പിടിച്ചു. മന്ന ഒരു പ്രത്യേകതയാണെന്ന് അവൾക്ക് എപ്പോഴും അറിയാമായിരുന്നു. മന്ന, നിങ്ങൾ വളരെ ധൈര്യശാലിയാണ്, അവൾ പറഞ്ഞു. പിറ്റേന്ന് സ്കൂളിൽ പ്രത്യേക അസംബ്ലി ഉണ്ടായിരുന്നു. മന്നയുടെ ധീരത ആഘോഷിക്കാൻ സ്കൂൾ മുഴുവൻ ഒത്തുകൂടി. പ്രിൻസിപ്പൽ മന്നയെ സ്റ്റേജിലേക്ക് വിളിച്ചു. മന്നയുടെ പെട്ടെന്നുള്ള ചിന്തയിലും ധൈര്യത്തിലും അവർ എത്രമാത്രം അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു. ധീരതയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മന്നയുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും പ്രചോദനമായെന്നും അദ്ദേഹം സംസാരിച്ചു. മന്നയ്ക്ക് ധീരതാ സർട്ടിഫിക്കറ്റും മെഡലും ലഭിച്ചു. എല്ലാവരും കൈയടിച്ച് ആഹ്ലാദിച്ചു. തന്നെ വെള്ളത്തിൽ നീന്താൻ പഠിപ്പിച്ച അച്ഛനെക്കുറിച്ചാണ് മന്ന ചിന്തിച്ചത്. താൻ അച്ഛനെ അഭിമാനിപ്പിച്ചുവെന്നറിഞ്ഞ് മന്ന പുഞ്ചിരിച്ചു. കൊച്ചു പെൺകുട്ടികൾ പോലും വലിയ ഹീറോകളാകുമെന്ന് മന്ന അന്ന് മനസ്സിലാക്കി. ധീരത എല്ലാ രൂപത്തിലും വലുപ്പത്തിലും ഉണ്ടെന്നും ആർക്കും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും അവൾ മനസ്സിലാക്കി.